അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശാലുകുട്ടാപ്പി ദേവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് നല്ല പനിയായിരുന്നു, ജലദോഷം ഇപ്പോഴും ഉണ്ട്, മാറിയിട്ടില്ല. അപ്പോൾ ചില തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതുകൊണ്ട് അല്ലൂട്ടനും നല്ല പനിയായിരുന്നു, അവന് പനിയും ജലദോഷം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കും കിട്ടി. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതാണ് മുഖമൊക്കെ ആകെ വല്ലാതെ ഇരിക്കുന്നത്. പിന്നെ ഓൾറെഡി ഞാനിപ്പോൾ ഒന്ന് റെഡി ആയിട്ടിരിക്കുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ അല്ലൂട്ടന് പോളിയോ കൊടുക്കാൻ കൂടെ പോകണം. അല്ലൂട്ടന് പോളിയോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അവന് പനി ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശബ്ദം കേൾക്കുന്നുണ്ടാവും, അവിടെ അപ്പുറത്തെ ചേട്ടനെ പറ്റി പണി നടക്കുവാണ്. അപ്പം അതിൻ്റെ ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ചായ കുടിക്കുകയാണ്, പുട്ടും മുട്ടക്കറിയുമാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ചെയ്യാന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പോൾ കുട്ടേട്ടന് അമ്മയും ഇവിടെ ഇല്ല, ഒരു അമ്മയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയൊക്കെ ചെക്കപ്പിനായിട്ട്. അപ്പോൾ കുട്ടേട്ടൻ വന്നു കഴിയുമ്പം കൊച്ചിനെയും കൊണ്ട് ഞങ്ങൾക്ക് പോളിയോ കൊടുക്കാനും പോകണം. അപ്പോൾ അതുകൊണ്ടാണ് വേഗം കഴിച്ച് റെഡിയാക്കാൻ പറ്റുമ്പോൾ പോകാമല്ലോ. അതുപോലെ മാത്രമല്ല, ഞാനും ഓരോ ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനിക്കും ഇങ്ങനെയൊക്കെ നടക്കണമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊക്കെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് ഡോക്ടറെ കാണേണ്ട ഡേറ്റാണ്. അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ പോകുമ്പോൾ വ്ളോഗൊക്കെ ചെയ്യാമെന്ന് കരുതി. അത് പിന്നെ എന്നാ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഓരോ കണ്ടന്റ് ഉണ്ടായിരുന്ന സമയത്തൊന്നും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കണ്ടന്റ് ഇല്ലാണ്ടായപ്പോൾ വീഡിയോ ചെയ്യാനും നല്ല താല്പര്യമായി. പക്ഷെ കണ്ടില്ലാന്ന് ഞാൻ പറയില്ല, പുറകെ വരുന്നുണ്ട്. നമ്മുടെ ഡെലിവറിയൊക്കെ വരുന്നുണ്ട്. ഞാൻ ഡെലിവറി വീഡിയോസ് ഒന്നും കാണിക്കില്ല. അത് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്, അവിടെ അലോടൊന്നും അല്ല. എങ്കിലും ഞാൻ ഡെലിവറി വീഡിയോസ് ഒന്നും ഞാൻ കാണിക്കാൻ പോകില്ല, എന്നോട് താല്പര്യവും ഇല്ല. അല്ലാതെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങളും അതുപോലെ ഹോസ്പിറ്റൽ ബാഗും ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ചെയ്യാം. അപ്പം അതിന് ഷോപ്പ് പോലും ചെയ്തിട്ടില്ല, ഒന്നും മേടിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അത് വേറൊരു കാര്യം, ഒന്നും സാധനം മേടിച്ചിട്ടില്ല. പിന്നെ കുഞ്ഞാവയ്ക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കിൻഡർ ഹോസ്പിറ്റലിലെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞാവയ്ക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിലിരിപ്പുണ്ട്. അല്ലാത്ത അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അല്ലാത്ത ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാം. അത് ഇവിടെ എങ്ങും അല്ല കേട്ടോ ഷോപ്പ് ചെയ്യണേ, അത് നമ്മൾ വേറെ ദൂരെ മലേഷ്യയിൽ ചൊവ്വാതാണ്. ഒക്കെ പറയാം, അതൊക്കെ നമുക്ക് ഇനി ബ്ലോഗ്സ് വരുന്നുണ്ട്. ഒരു യാത്രയൊക്കെ ഇനി അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണിക്കാം. അപ്പോൾ ഞാനെന്നാൽ ഫുഡ് കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി വേറെ പുറകെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ ഓക്കെ. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ 32 വീക്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി സത്യം പറഞ്ഞാൽ സമയമില്ല. ഡോക്ടർ 38 വീക്സോടുകൂടി എനിക്കെന്നാൽ ഡെലിവറി ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഓൾറെഡി സിസേറിയനാണ്, അതായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഞാൻ സെക്കൻഡ് പ്രഗ്നൻസിയിൽ സിസേറിയൻ ആയിരുന്നു. അപ്പോൾ ഇതും സിസേറിയൻ തന്നെ ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണമെന്നല്ല, അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ അല്ലൂട്ടന് ഉണ്ടായിട്ട് 2 years അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ സിസേറിയനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലും എനിക്ക് ബുദ്ധിമുട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ നോർമൽ പ്രഗ്നൻസി ആയിട്ടുള്ള പെയിനുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് പറഞ്ഞാൽ ബെഡ് റെസ്റ്റ് ചെയ്യാൻ. അവിടെ ബെഡ് റെസ്റ്റ് ഒന്നും എനിക്ക് നടക്കണില്ല. അപ്പോൾ ബെഡ് റെസ്റ്റും കൂടി എടുക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയി ശനിയാഴ്ച പോകുന്നുണ്ട്. അതിവിടെയെന്നൊക്കെ പുറകെ പറയാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചല്ലോ. ചായയൊക്കെ കുടിച്ചിട്ട് മറ്റൊക്കെ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ. അങ്ങനെ പിന്നെ നമ്മൾ അല്ലൂട്ടന് പോളിയോ കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോളിയോ എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പെട്ടെന്ന് വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ കയറിച്ചു വന്നു. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുട്ടോ. പിന്നെ കുട്ടേട്ടൻ ഞാൻ രാവിലെ നല്ല വോമിറ്റിംഗ് എനിക്കുണ്ടായിരുന്നു. പതിവില്ലാതെ ഇന്ന് നല്ലൊരു വോമിറ്റിംഗ് എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ജ്യൂസ് മേടിച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ
ഇവിടെ ഒരു നടക്കാവിൽ തന്നെയുള്ള ഒരു പുതിയൊരു ഷോപ്പായിരുന്നു കേട്ടോ. അവിടെ പോയി എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് മേടിച്ചു തന്നു. അപ്പോൾ ഞാൻ സുട്ടപ്പനെയും കൊണ്ട് കുട്ടേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും എന്തൊക്കെയോ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലൂട്ടന് പൈനാപ്പിൾ ജ്യൂസ് ആട്ടോ മേടിച്ചു കൊടുത്തേ. അവന് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അവനങ്ങനെ ചില ജ്യൂസൊന്നും അങ്ങനെ അധികം കുടിക്കാറില്ല. പക്ഷേ അവനെന്തോ പൈനാപ്പിൾ ജ്യൂസ് അവന് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. കുടിക്കുന്നുണ്ടപ്പോൾ ഞങ്ങളോർത്ത് പൈനാപ്പിൾ ആയിരിക്കും ജ്യൂസ് വലിച്ചു കുടിക്കുമായിരുന്നു. പിന്നീടാ മനസ്സിലായി ആ സ്ട്രോ ഇരുന്ന് കടിച്ച് ചതയ്ക്കുമായിരുന്നു എന്ന്. അപ്പോൾ നോക്കിയപ്പോഴത്തേനും സ്ട്രോ ഒരു പരവാക്കിയിട്ടുണ്ടായിരുന്നു ചെറുക്കൻ. ഡോക്ടറെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് 4:30 വരാമെന്ന് പറഞ്ഞത് ഒരാൾ. ഇപ്പം സമയം ഗൈസ് 5 മണി. ഡോക്ടർ 6 മണി വരെ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ തിരക്കില്ലെങ്കിൽ ഡോക്ടർ അങ്ങ് പോകും. അപ്പോൾ 5:30 അവിടെ എത്തണം. എത്തുമോ എന്തോ, ഇന്ന് ഡോക്ടറെ കാണുമോ എന്തോ, നോക്കാം. ഞാൻ ഡോക്ടറെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് സ്കേർട്ടും കേട്ടോ. സാധാരണ ഫ്രോക്കാണ് ഞാൻ ഇടാറ്. പക്ഷേ ഫ്രോക്കൊന്നും മഴയായതുകൊണ്ട് കഴുകാൻ പറ്റില്ല ഗൈസ്. കഴുകി ഉണങ്ങിയിട്ടില്ല. പിന്നെ ഒന്നുമില്ല. പിന്നെ ബാക്കിയുള്ളൊന്നും കയറണില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പും പാവാടയാണ് ഇട്ടിരിക്കുന്നത്. അതെ, റെഡിയായിരിക്കാൻ തുടങ്ങിയിട്ട് 1/4 മണിക്കൂറായി. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാനും എൻ്റെ കൊച്ചും വെയിറ്റ് ചെയ്തിരിക്കുക. വെച്ചിട്ട് ഓടിയെന്നോ. ഇതൊക്കെയാണ് റിയലല്ല വേണ്ടത് ഗൈസ്, അല്ലേ? റിയാലിറ്റിയാണ് വേണ്ടത്. അതാണ് ഗൈസിന് ഇഷ്ടം. അല്ല, 4:30 ഡോക്ടറെ കാണാൻ വരാന്ന് പറഞ്ഞാൽ പണിയുണ്ട് ഗൈസ്. പണി ശരിയായിരിക്കാം, പക്ഷെ ഇതൊരു ഉത്തരവാദിത്തമല്ലേ? ആ, കൊണ്ടുപോകും. സമയം എത്ര? ഇപ്പൊ 5:20. ഇപ്പൊ അവിടെ എത്ര മണിയാവും? 6 മണി. ഡോക്ടറെ അടുത്ത് പേഷ്യൻ്റ് ഇല്ലെങ്കിൽ പുള്ളിക്കാരി പോയാലോ? എന്തെങ്കിലുമൊക്കെ നടക്കും. അങ്ങനെ ഞങ്ങളൊരു 5:50 45 ആയപ്പോഴാണ് ഡോക്ടറെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ രക്ഷപ്പെട്ടു. 2-3 പേഷ്യൻ്റ് കാണാനുണ്ടായിരുന്നു. സാധാരണ ഡോക്ടറുടെ അടുത്ത് പേഷ്യൻ്റ് ഇല്ലെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ നേരത്തെ പോകും. 6 മണി വരെ ഒന്നും വെയിറ്റ് ചെയ്തിരിക്കില്ല പുള്ളിക്കാരി. ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് മാഡത്തിനുണ്ടെങ്കിൽ പെട്ടെന്ന് മാഡം പോകും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്നപ്പോൾ 2-3 പേരുടെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടു. എന്നോട് പറഞ്ഞു, ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ തന്നെ കഴിച്ചാൽ മതി, ഇവരെ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ 2 വീക്സ് കഴിഞ്ഞ് വരണം. അതുപോലെ തന്നെ ബെഡ് റെസ്റ്റും മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്ത് ചെയ്യാനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നോർമൽ ഡെലിവറി നടക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം ഞങ്ങളെ നോക്കി ഒരാളവിടെ നിൽപ്പുണ്ടായിരുന്നു. ആൾ ഞങ്ങളെ കണ്ടതും ഓടിത്തുള്ളി ചാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അല്ലൂട്ടിനൊരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ടോയ്ലറ്റാട്ടോ, അല്ലൂട്ടിൻ്റെ കുട്ടി ടോയ്ലറ്റ്. അങ്ങനെ പിന്നെ അത് കുട്ടേട്ടനത് ഓപ്പണൊക്കെ ചെയ്തു. അങ്ങനെ അല്ലൂട്ടൻ അത് കാണിച്ചു കൊടുത്തു. അവനേതാണ്ട് വണ്ടി കിട്ടിയ പോലെയായിരുന്നു അവൻ്റെ സന്തോഷം. അത് ഞാനിത് മുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല ഇതെങ്ങനെയാണ്. അപ്പം ഇങ്ങനെ അവൻ യൂസ് ചെയ്യുമോ, അവനത് ഉപയോഗിക്കുമോന്നൊന്നും അറിയത്തില്ല, എങ്കിലും മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് നമുക്കത് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് പറഞ്ഞ ഐറ്റം കേട്ടോ, ഇതാണ് സംഭവം. ഇത് എങ്ങനെ അവൻ എത്രമാത്രം അത് യൂസ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല, എങ്കിലും നമുക്കത് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീർന്നു. അപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ട്, നല്ല ക്ഷീണമുണ്ട്, ഇന്നത്തെ കാര്യം ജലദോഷമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഇനി മുമ്പോട്ട് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം.